അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് ഖുബായിൽ നിന്ന് മസ്ജിദ് നബവിയിലേക്ക് പോകുന്ന വഴിക്ക് വെള്ളിയാഴ്ച ദിവസം ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രക്കാരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയ ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതാണ് മസ്ജിദുൽ ജുമുഅ എന്നറിയപ്പെടുന്ന പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൽ ആദ്യമായി ജുമുഅ നടത്തിയ പള്ളിയാണ് ഈ പള്ളി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇത് പള്ളിയല്ല, നേരെ മറിച്ച് അവരുടെ ഒരു ഗോത്രത്തിൻ്റെ സ്ഥലമായിരുന്നു. പിന്നെയാണ് അത് പള്ളിയായി മാറ്റിയത്. നമ്മുടെ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇബ്നു ശബ്ബഹ് റഹ്മഹുല്ലാ ഹിജ്റ 262 മരണപ്പെട്ട ആധികാരികമായ ചരിത്ര പണ്ഡിതനായ ഇബ്നു ശബ്ബഹ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ പള്ളികൾ മദീനയിലെ പള്ളികൾ എണ്ണുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഈ മസ്ജിദുൽ ജുമുഅയും കൂടി അദ്ദേഹം എണ്ണിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മസ്ജിദുൽ ജുമുഅയുടെ നേരെ മുമ്പിലുള്ള നമ്മുടെ ഈ റോഡുണ്ടല്ലോ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ റോഡ്, ആ റോഡിലാണ് മുമ്പ് വാദി റാനൂന ഒഴുകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ മസ്ജിദുൽ ജുമുഅ പറയുമ്പോൾ അത് ഫീ ബത്നിൽ വാദി എന്ന് പറയുന്നു. അഥവാ വാദിയുടെ നടുക്കിലായിരുന്നു മസ്ജിദുൽ ജുമുഅ സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളത്. ഈ വാദിക്ക് അപ്പുറത്തുള്ള കെട്ടിടാണ് മസ്ജിദ് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വലിയൊരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് ഭാവി നമ്മുടെ വീഡിയോകളിൽ അത് ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കും.